ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 82 ശ്ലോകം 3, 4, 5. യോഗിന്യതീവ കുശലാ ഖലു ചിത്രലേഖാ തസ്യാ സഖീ വിലിഖതി തരുണാനശേഷാൻ തത്രാനിരുദ്ധമുഷയാ വിദിതം നിശായാം ആനേഷ്ടയോഗബലതോ ഭവതോ നികേതാത് കന്യാപുരേ ദയിതയാ സുഖമാരമന്തം ചൈനം കഥഞ്ജന ബബന്ധുഷി ശർവബന്ധൗ ശ്രീനാരദോക്ത തദുദന്തദുരന്തരോഷൈഃ ത്വം തസ്യ ശോണിതപുരം യദുഭിർന്യരുന്ധാഃ പുരീപാലശൈലപ്രിയദുഹിതൃനാഥോऽസ്യ ഭഗവാൻ സമം ഭൂതവ്രാതൈർയദുബലമശങ്കം നിരുരുധേ മഹാപ്രാണോ ബാണോ ഛടിതി യുയുധാനേന യുയുധേ ഗുഹപ്രദ്യുമ്നേന ത്വമപി പുരഹന്ത്രാജഘടിഷേ. യോഗിനി അതീവ കുശല ഖലു ചിത്രലേഖ തസ്യാഹ സഖി വിലിഖതി തരുണാൻ അശേഷാൻ തത്ര അനിരുദ്ധം ഉഷയാ വിദിതം നിശായാം ആനേഷ്ട യോഗബലതഃ ഭവതഃ നികേതാത് കന്യാപുരേ ദയിതയാ സുഖം ആരമന്തം ച ഏനം കഥഞ്ജന ബബന്ധുഷി ശർവബന്ധൗ ശ്രീ നാരദ ഉക്ത തത് ഉദന്ത ദുരന്ത രോഷൈഃ ത്വം തസ്യ ശോണിതപുരം യദുഭിഃ ന്യരുന്ധാഃ പുരീപാലഃ ശൈലപ്രിയദുഹിതൃനാഥ അസ്യ ഭഗവാൻ സമം ഭൂതവ്രാതൈഃ യദുബലം അശങ്കം നിരുരുധേ മഹാപ്രാണഃ ബാണഃ ഛടിതി യുയുധാനേന യുയുധേ ഗുഹഃ പ്രദ്യുമ്നേന ത്വം അപി പുരഹന്ത്ര ജഘടിഷേ. പദങ്ങൾ. ഹരേ കൃഷ്ണ. പോന ശ്ലോകത്തിൽ, 2ാം ശ്ലോകത്തിൽ നമ്മൾ പാത്തു அந்த ബാണനോട് പൊണ്ണാന ഉഷ അനിരുദ്ധന സ്വപ്നം കണ്ട് அந்த സ്വപ്നം കലങ്കിനപ്പോൾ ரொம்ப துக்கமான அப்படின்னு பார்த்தோம். தஸ்யாக சഖி அந்த ഉഷാവോട് തോഴി, മന്ത്രിയോട് പൊണ്ണും കൂടിയാക്കും ചിത്രലേഖ, യോഗിനിയാക്കും அந்த ചിത്രലേഖ. അതീവ കുശല, ரொம்ப அழகா ചിത്രം വരപ്പോൾ എല്ലാത്തിലെയും ரொம்ப മിടുക്കിയാക്കും. அப்படிയുള്ള ചിത്രലേഖ അശേഷാൻ തരുണാൻ വിലിഖതി, യോഗ്യരാന നിറയെ ആളുകളോട് ചിത്രം വരച്ച, ഏത് പാർത്താലും ഇതില്ലേ ഇതില്ലേ அப்படின்னு ചൊല്ലുവൾ ഉഷ കടശീല വസുദേവരോട് പടം വരച്ചു. എങ്കിയോ എല്ലാം കൊഞ്ഞം ജാടേ ഇരിക്കുക ചൊല്ലുവൾ. അതുക്കപ്പുറം കൃഷ്ണരോട് വരച്ചപ്പോൾ കൊഞ്ഞം കൂടി ഇതേമാതിരി ഇരിക്കുക ചൊല്ലാണ്. അപ്പോൾ പ്രദ്യുമ്നോട് വരച്ചപ്പോൾ ഇത് കൊഞ്ചം കൂടി സമയം വരിക്കാൻ എന്താളില്ലേ, അപ്പോൾ അനിരുദ്ധനെ വരയ്ക്കണം. അനിരുദ്ധനെ വരച്ചപ്പോൾ ഇത് തന്നെ ചൊല്ലാണ്. ഉടനെ இந்த உஷா என்ன செய்யறான்னா தத்ர உஷயா விதிதம் அனிருத்தம், அனிருத்தனை வரைஞ்சி அனிருத்தனாக்கும் സ്വപ്നത്തിൽ பார்த்த ആള് அப்படின்னு தெரிஞ்ச உடனே ഭവതഃ നികേതാത് നിശായാം യോഗബലതഃ ആനേഷ്ട. ദ്വാരകയോട് ഭഗവാനോട് വാസസ്ഥാനമാണ് ദ്വാരകയ്ക്ക് വന്ന് அந்த രാത്രി രാവേ യോഗബലത്തിനാൽ പടുത്തുന്ന കട്ടിലോടെ ചേർത്തെടുത്തുകൊണ്ട് പോയിട്ട് അനിരുദ്ധന அப்படின்னு ചൊല്ലുക. അത് കഴിഞ്ഞ് പഹലയ്ക്കെല്ലാം இந்த உஷா வெளியில் இறங்குறது இல்லை,
രാത്രിയും പകലും എല്ലാം അന്തപുരത്തുക്കുള്ളേ ഉക്കാന്തിരിക്ക. കന്യാപുരേ ദയിതയാ സുഖം ആരമന്തം ഏനം ച സർവബന്ധൗ കഥഞ്ചന ബബന്ധുഷി. അപ്പോൾ ഒരു നാളേക്ക് പാത്താൻ്റെ അങ്ങ് ഉള്ളേന്ത് ഏതോ പുരുഷ ശബ്ദമെല്ലാം കേൾക്കരുത്. ഇപ്പോൾ കാവൽ ഭടന്മാർ പോയിട്ട് ചൊല്ലിക്കൊടുക്കറ ബാണൻട്ട് இந்த மாதிரி உங்களோட பொண்ணோடு இதுலேருந்து ஏதோ புருஷ சப்தம் கேட்கறது அப்படின்னு சொன்னது. பாணன் வந்து பார்க்குறேன். பார்த்தப்போ சிவபக்தனான சர்வபந்தவும் போட்டிருக்கா. சிவபக்தனான பாணன் ரொம்ப ശക്തിയാക്കുമെന്നാൽ ശിവഭക്തനാണെന്നാൽ തന്നോട് പൊൺകൂടെ ഒരു പുരുഷൻ ഇരിക്കാൻ തെരിഞ്ഞതും அப்படியே அந்த அனிருத்தனை பிடிச்சு ജയിലിൽ വിട്ടുവിടുക. ത്വം ശ്രീനാരദോക്ത ഉദന്ത ദുരന്തരോഷൈഹി. ഇപ്പം നാരദ മഹർഷി ഇதை தெரிஞ்சிட்டு இங்கே வரார் ദ്വാരകയ്ക്ക്. എന്നാച്ച് ഇങ്ങനെ നിറയെ കുഴന്തകൾ ഇരിക്കുന്നതിനാൽ ഒരു കുഴന്തയെല്ലാം തൊലഞ്ഞു പോകാൻ உங்களுக்கு தெரியாதோ. 16,108 പത്നിമാരിരിക്കുക. എന്താ ഓരോ പത്നിമാർക്കും 10 കുഴന്തകൾ ചെന്ന. അന്ത കുഴന്തകൾക്ക് പിന്നെയും കുഴന്തകളായാച്ച് പൊങ്കാത്തൊരു പേരൻ എങ്കിരിക്കാൻ അനിരുദ്ധൻ അപ്പടിന്ന് കേട്ടപ്പോൾ തേടറ അനിരുദ്ധനെ കാണർത്തിക്കില്ലേ. അപ്പം അനിരുദ്ധൻ എന്താ ബാണൻ പിടിച്ച് ജയിലിൽ വിട്ടിരിക്കാൻ. ഇത് കേട്ടപ്പോൾ യദുബിഹി തസ്യ ശോണിതപുരം നിരുന്താഹ. എന്താ യദു സൈന്യം എല്ലാവർക്കും കോപം വന്ന് യാദവ ഭടന്മാരെല്ലാം കൂട്ടിന്ത് നേരെ എന്താ ബാണനോട് ശോണിതപുരമാക്കും. ശോണിതപുരത്തെ എല്ലാവരും വളയറ. അസ്യ പുരീപാലഹ ഭഗവാൻ அந்த ബാണനോട് കോട്ടയെ പാതുകാക്കപ്പെട്ടത് ഭഗവാൻ ശൈലപ്രിയ ദുഹിതൃനാഥ. ശൈലെന്ന ഹിമവാൻ, ഹിമവാനോട് പ്രിയ ദുഹിതൃനാഥ. പ്രിയപുത്രിയാന പാർവതിയോട് നാഥൻ ശിവനാക്കും ഗൗരീനാഥനാക്കും ബാണനോട് ശോണിതപുരത്തെ കാക്കർത്തക്ക് നിൽക്കറാർ. ഭൂതവ്രാതൈഹി സമം യദുബലം അശങ്കം നിരുരുധേ. ഭൂതഗണങ്ങളും യാദവ സൈന്യവുമാ ഒന്ന് തടഞ്ഞു നിർത്തറ. അപ്പടിയൊരു അവ തമ്മിൽ ഒരു ഇത് വറുത് ഒരാളെ ഏറണം ചൊല്ലുക ഇന്നൊരാളെ ഏറപ്പെടാതെ ചൊല്ലുക അന്ത മാതിരി നിൽക്കരുത്. മഹാപ്രാണഹ ബാണഹ. ரொம்ப ബലശാലിയാക്കും ബാണൻ. വേഗം ചടിതി യുയുധാനേന. യുയുധാനൻ എന്ന് പറഞ്ഞാൽ സാത്യകിയെ കൂപ്പിട്ട് അന്ത ഇതിലെ ഏറി രഥത്തിലേറി യുദ്ധത്തിക്ക് വരാൻ. ഗുഹ പ്രദ്യുമ്നേന യുയുധേ. ഗുഹൻ സുബ്രഹ്മണ്യം സ്വാമി വന്ന് പ്രദ്യുമ്നൻ കൂടെ യുദ്ധത്തിക്ക് വരാൻ. ത്വം പുരഹന്ത്ര അപി ജഘടിഷേ. പുരഹന്താജനന ത്രിപുരന്മാരെ നിഗ്രഹിച്ചവൻ ശങ്കരൻ ശിവൻ. അവർ വന്ന് ഭഗവാൻ കൃഷ്ണർ കൂടെ யுத்தத்துக்கு ரெடியாக நிற்கிறான். ஆனால் இங்கே ஜெகடிஷே அப்படின்னு ஒரு வார்த்தை இருக்குது. அதுக்கு எதிர்த்தா ரெண்டு பேரும் போராடினாங்கிற ஒரு மீனிங் ഉണ്ട്. அதுக்கே இன்னொரு அர்த்தம் கூடியுண்டு. ஜெகடிஷேன்னா ഒന്നിച്ച് ചേർന്നാ அப்படிங்கிற ഒരു അർത്ഥവും ഉണ്ട്. അത് தெரிஞ்சுன்னு அந்த மாதிரி ஒரு வாக்கை இங்கே யூஸ் பண்ணியிருக்கான். இந்த ஜெகடிஷேங்கிற வார்த்தைக்கு സംസ്കൃതത്തിൽ രണ്ട് മീനിങ്. ഒന്ന് എതിർത്താ യുദ്ധം മണ്ണിനാന്ന്, ഇന്നൊന്ന് കൂടിച്ചേർന്നാ. കൂടിച്ചേർന്നാങ്கிறதும் இங்கே யூஸ்ஃபுல்லாக இருக்கு. என்னன்னா ശൈവം വൈഷ്ണവം ചൊല്ലി அந்த വ്യത്യാസമെല്ലാം கிடையாது, എല്ലാം ഒന്നുதான். അപ്പോൾ அந்த ശിവനും ഇവരുമാ ചേർന്ന ശങ്കരനും കൃഷ്ണനുമാ ചേർന്ന ഗുഹനും പ്രദ്യുമ്നനുമാ ചേർന്ന യാദവ സൈന്യവും ശിവസൈന്യവും ഒന്നിച്ച് ചേർന്ന അന്തമാരിയും അർത്ഥം എടുത്തുക്കല. ഹരേ